ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ക്രിസ്മസ് ആഘോഷങ്ങൾ നഗരത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ആർഭാടമായി ആഘോഷങ്ങൾ മാറുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ ആശയവുമായി മുന്നോട്ട് വരികയാണ് വ്യാപാരികൾ. പാവപ്പെട്ടവർക്കും നിർധനരായവർക്കും ഒരു നേരത്തെ അന്നം നൽകിയാണ് കോഴിക്കോട്ടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വ്യത്യസ്തമായത്. വ്യാപാരികളുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ആഘോഷങ്ങൾ നടക്കുന്നത് സാമൂഹ്യ സേവനത്തിലൂടെയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. നഗരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വ്യാപാരികൾ രംഗത്ത്. അഭിനയം വേറിട്ട അനുഭവമായെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ. തന്റെ കഥാപാത്രങ്ങൾ സംവദിക്കുന്ന ലഘുചിത്രം ഫെബ്രുവരിയിൽ പ്രദർശനത്തിന്. ലീഡർ കെ കരുണാകരന്റെ 5ാം ചരമവാർഷികം. പാർട്ടി ആസ്ഥാനത്ത് പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളും. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം കോടഞ്ചേരിയിൽ വെള്ളച്ചാട്ടത്തിൽ വീണ് മരണമടഞ്ഞ യുവ പത്രപ്രവർത്തകൻ ജിബിന്റെ നിര്യാണത്തിൽ കോഴിക്കോട് പ്രസ് ക്ലബ്ബ് അനുശോചിച്ചു. പ്രസ് ക്ലബ്ബിൽ നടന്ന അനുശോചന സമ്മേളനത്തിൽ നിരവധി പേർ സംസാരിച്ചു. പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. യുവത്വത്തിന്റെ പ്രസരിപ്പും നിരവധി ആത്മബന്ധങ്ങളും മനസ്സിലെന്നും നഷ്ടമാകാതെ കൊണ്ടുനടന്ന യുവ പത്രപ്രവർത്തകൻ ജിബിന് കോഴിക്കോട്ടെ പത്രമാധ്യമ പ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയ സുഹൃത്തിന്റെ ഓർമ്മകൾ തങ്ങിനിന്ന അനുശോചന യോഗം സങ്കടക്കടലായി. കോഴിക്കോട്ടെ പത്രപ്രവർത്തകർക്കെല്ലാം ജിബിൻ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. നല്ല കൂട്ടുകാരനും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനുമായിരുന്നു ജിബിൻ. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. വെള്ളവും നമ്മൾ തുഷാരഗിരി ആണെങ്കിലും അരിപ്പാറയാണെങ്കിലും ധാരാളം ഇത്തരം നമ്മുടെ സ്പോട്ടുകളാണെങ്കിലും അവിടെയുള്ള പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മുന്നറിയിപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ആ ജാഗ്രത പാലിക്കുന്ന വരികൾക്കിടയിൽ ജിബിനും വന്നിട്ടുണ്ട്. ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. ദീപിക ചീഫ് ജനറൽ മാനേജർ ജോയ്സ് വയലിൽ, KUWJ സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ, സെക്രട്ടറി രാജേഷ്, ദീപിക കോഴിക്കോട് ന്യൂസ് എഡിറ്റർ ജയകൃഷ്ണൻ, PV ജിജോ, മധുസൂദനൻ കർത്ത തുടങ്ങിയവർ സംസാരിച്ചു. ജിബിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നിരവധി പേർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം ലഭ്യമാക്കി ക്രിസ്മസ് ആഘോഷങ്ങൾ വ്യത്യസ്തമാക്കുകയാണ് ബേബി ബസാറിലെ ക്രിസ്തുമസ് കരോൾ കമ്മിറ്റി. 400 കുടുംബങ്ങൾക്ക് 5 കിലോഗ്രാം അരിയാണ് സംഘടനയിലൂടെ ലഭ്യമാക്കുന്നത്. പരിപാടി BBMA പ്രസിഡന്റ് ഷെരീഫ് PMC ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം നൽകിയാണ് കോഴിക്കോട്ടെ വ്യാപാരികൾ ക്രിസ്മസ് ആഘോഷിച്ചത്. നിർധനരും രോഗികളുമായ 400 കുടുംബങ്ങൾക്കാണ് വ്യാപാരികളുടെ കൂട്ടായ്മയായ ബേബി ബസാർ ക്രിസ്തുമസ് കരോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരി വിതരണം ചെയ്തത്. സംഘടനയിലെ വ്യാപാരികൾ തന്നെ നിർധനരായവരെ കണ്ടുപിടിച്ചാണ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ബേബി ബസാറിൽ നടന്ന പൊതുപരിപാടി BBMA പ്രസിഡന്റ് ഷെരീഫ് PMC ഉദ്ഘാടനം ചെയ്തു. മതേതരത്വം നിലനിർത്താനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാദർ ബിജോയ് അറക്കാങ്കുടിയിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. ഈ ക്രിസ്മസ് ആഘോഷത്തെ പങ്കുചേരുവാനും ഈ വലിയ ക്രിസ്തുവിന്റെ വചനത്തിൽ അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ അതിനെ സ്വീകരിക്കുവാനും വലിയൊരു സംഘടനയുണ്ടാക്കി അതിനുമേൽ അഹോരാത്രം പാടുപെടുന്ന വിശിഷ്ട വ്യക്തികൾ ക്രിസ്തുമസ് സന്ദേശം നൽകി കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു.
ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അനുസ്മരിച്ചുകൊണ്ട് ലോകം ഓരോ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നഗരത്തിലെ വ്യാപാരികൾ തങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് പാവപ്പെട്ടവർക്കും മാറ്റിവെക്കാറുണ്ട്. ഇത് 5ാം വർഷമാണ് പുൽക്കൂടൊരുക്കിയും കേക്ക് മുറിച്ചും കടകൾ അലങ്കരിച്ചും വ്യാപാരികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. സംഘടനയിലെ 54 അംഗങ്ങൾ സമാഹരിക്കുന്ന തുകയാണ് നിർധനരായവർക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ നാനാതുറയിലുള്ളവർ ഈ കൂട്ടായ്മയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിവരുന്നത്. BBCC സെക്രട്ടറി ബാബു CK, പ്രസിഡന്റ് ജോൺസൺ TL, മൻസൂർ AK, ബോബൻ MU, ജോബ് CU, സുധാകരൻ KP, വിജയൻ, ജനിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. ആഘോഷങ്ങൾ പലപ്പോഴും ആർഭാടമായി മാറുമ്പോൾ സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനത്തിലൂടെ മാതൃകയാവുകയാണ് ഒരു കൂട്ടം വ്യാപാരികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എഴുതിക്കഴിഞ്ഞ നോവലിലെ കഥാപാത്രങ്ങളുമായുള്ള ആത്മബന്ധം വൈകാരികമായി അനുഭവിക്കുകയായിരുന്നു ബോംഴൂർ മയ്യഴി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്തെന്ന് സാഹിത്യകാരൻ M. മുകുന്ദൻ. തന്റെ തന്നെ മികച്ച കഥാപാത്രങ്ങൾ തന്നോട് അവരുടെ വേദനകളും വികാരങ്ങളും പങ്കുവച്ചത് വേറിട്ട അനുഭവമായെന്നും M. മുകുന്ദൻ പറഞ്ഞു. വിഖ്യാത നോവലിസ്റ്റ് M. മുകുന്ദന്റെ മയ്യഴി കൃതികളെ ആധാരമാക്കിയാണ് ബോംഴൂർ മയ്യഴി എന്ന ലഘുചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ M. മുകുന്ദൻ എന്ന നോവലിസ്റ്റായി തന്നെയാണ് അഭിനയിക്കുന്നത്. താൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ എഴുത്തുകാരനെ കാണാൻ വരുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. 24 വയസ്സു മുതൽ 70 വയസ്സുവരെ താൻ ജന്മം നൽകിയ കഥാപാത്രങ്ങളാണ് ഇവർ. താൻ ജീവൻ നൽകിയ തന്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ വേദനകളും വികാരങ്ങളും പങ്കുവച്ചത് തികച്ചും വേറിട്ട അനുഭവമായിരുന്നു എന്നും ചിത്രത്തെക്കുറിച്ച് വിശദീകരിക്കവേ M. മുകുന്ദൻ പറഞ്ഞു. അപ്പം 25 വയസ്സിൽ നിന്ന് 70 വയസ്സിലേക്കുള്ള ഒരു യാത്രയിലുള്ള പല കൃതികളും കഥാപാത്രങ്ങളുമാണ് ഇതിൽ വരുന്നത്. അപ്പം അങ്ങനെ ഒരു ലോകം, കഥാപാത്രങ്ങളുടെ ഒരു ലോകം, അവരുടെ സംസാരം, അവരുടെ പരാതികൾ, അവരുടെ ആഹ്ലാദങ്ങൾ, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ ചന്ദ്രിക വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്തൊരു കൊതി തീരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞുപോയി. പക്ഷേ അത് ഡയറക്ടർ കണ്ടു കഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഗ്ലിസറിൻ ഇല്ലാതെ കണ്ണിൽ നിന്ന് വെള്ളം വരുമായിരുന്നു, ഗ്ലിസറിൻ ഇല്ലാതെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇത്. കഥാപാത്രങ്ങൾ നോവലിസ്റ്റിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംവാദങ്ങളും ഇതിലുണ്ട്. താൻ നല്ല നടനെന്ന് സംവിധായകൻ പറയുന്നുണ്ടെങ്കിലും ദൃശ്യമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ അതുമായി പൊരുത്തപ്പെടുകയാണെന്നും ഇനിയും എഴുത്തുകാരനായി തന്നെ ഇരിക്കാനാണ് ആഗ്രഹമെന്ന് മുകുന്ദൻ വ്യക്തമാക്കി. EM അഷ്റഫാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. EM ഹാഷിമാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ചിത്രം പ്രദർശനത്തിന് എത്തും. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന ലീഡർ K. കരുണാകരൻ ഓർമ്മയായിട്ട് 5 ആണ്ട് തികഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തെ K. കരുണാകരൻ അനുസ്മരണ പരിപാടികൾ നടന്നു. DCC പ്രസിഡന്റ് KC അബു അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ലീഡർ K. കരുണാകരന്റെ 5ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ലീഡർ K. കരുണാകരന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടന്നു. KPCC, DCC ഭാരവാഹികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ KC അബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ലീഡർ K. കരുണാകരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിനും വേണ്ടി ചെയ്ത സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാനാവാത്തതാണെന്ന് KC അബു പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്നു K. കരുണാകരനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ എക്കാലത്തെയും ഒന്നാമത്തെ ലീഡർ എന്ന് ശ്രീമാൻ AK ആന്റണി വിശേഷിപ്പിച്ച കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന, കേരള രാഷ്ട്രീയത്തിലെ അർജുനൻ എന്ന് നാം എല്ലാവരും വിശേഷിപ്പിച്ച ആദരണീയനായ നമ്മുടെ നേതാവ്, ലീഡർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ കേരളത്തിനും ചെയ്ത വിലപ്പെട്ട സംഭാവനകൾ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും മഹത്തായ കാര്യങ്ങൾ. KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് P. അനിൽകുമാർ, സുമാ ബാലകൃഷ്ണൻ, സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PN നിയാസ്, അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ, K. ജയന്ത്, AICC മെമ്പർ MT പത്മ, സുരേന്ദ്രൻ, KC ബാബു, I. മൂസ, KV സുബ്രഹ്മണ്യൻ, രമേശ് നമ്പ്യത്ത്, സജി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗം പോലെയും മിഠായി തെരുവ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ദേശീയ ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി ഉപഭോക്തൃ സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം മെമ്പർ ജോസഫ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഉപഭോക്തൃ ദിനത്തിനോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഉപഭോക്തൃ സംഗമം നടന്നത്. ഗാന്ധിഗൃഹത്തിൽ നടന്ന പരിപാടി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ജില്ലാ മെമ്പർ ജോസഫ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾ ചൂഷണം നേരിടുന്ന കാലമാണ് ഇത്. ഇതിനെതിരെ ശബ്ദമുയർത്താനും പ്രതിരോധിക്കാനും ഉപഭോക്താക്കൾക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. കച്ചവടക്കാർ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ അത് തടയാൻ ഉപഭോക്താക്കൾക്ക് കഴിയും. പ്രശ്നങ്ങൾക്ക് നിയമ നടപടി കൈക്കൊള്ളാനും ഉപഭോക്താക്കൾ തയ്യാറാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവരാവകാശ നിയമത്തിന്റെ 10 വർഷങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ജോൺസൺ വിജയും ഉപഭോക്തൃ നിയമത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് അതുൽരാജ് പിയും ക്ലാസുകൾ നയിച്ചു. ഇന്ത്യയിൽ സമഗ്രമായ ഉപഭോക്തൃ സംരക്ഷണം നിലവിൽ വന്നിട്ട് 29 വർഷം പിന്നിടുകയാണ്. 1986 ഡിസംബർ 24 ഈ നിയമം നിലവിൽ വന്നതോടെ ഉപഭോക്തൃ പരാതികൾ പരിഹരിക്കുവാൻ മാത്രമായി പ്രത്യേകം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിൽ വന്നു. ഇതുപോലെ 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമവും ഉപഭോക്തൃ സമൂഹത്തിന് സഹായകരമായ നിയമമായിരുന്നു. എന്നാൽ ഇത്തരം നിയമങ്ങളെക്കുറിച്ചോ ഇതിന്റെ ഗുണഫലങ്ങളെക്കുറിച്ചോ പൊതുജനങ്ങൾ ബോധവാന്മാരല്ല. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി സെമിനാറുകൾ സംഘടിപ്പിച്ചത്. ഗാന്ധിഗൃഹത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രസിഡന്റ് TKA അസീസ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി P ശിവാനന്ദൻ മാസ്റ്റർ, സെക്രട്ടറി KP അബ്ദുൾ ലത്തീഫ്, CK വിനിരാജ്, PV ശിവദാസൻ, C അനിൽകുമാർ, VP അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് തന്നെ വേദിയാകും. ഈ മാസം ആദ്യം നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക മികവ് മാത്രമല്ല കോഴിക്കോടിനെ ആതിഥേയരാക്കാനുള്ള കാരണം. കേരളത്തിൽ ലഭ്യമായ ഏറ്റവും മികച്ച സിന്തറ്റിക് ട്രാക്കുകളിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയമാണ് എന്നതാണ് പ്രധാന ഘടകം. 61ാമത് ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് കേരളത്തിൽ തന്നെ നടത്താൻ ധാരണയായതോടെ കോഴിക്കോട് വീണ്ടും മേളയുടെ തിരക്കിലേക്ക്. മഹാരാഷ്ട്രയും ഗോവയും മത്സരം നടത്താൻ വിസമ്മതിച്ച സാഹചര്യത്തിലാണ് കൌമാരക്കുതിപ്പിന്റെ അരങ്ങാവാൻ കേരളത്തിന് വഴി തുറന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സിന്തറ്റിക് ട്രാക്കുകൾ കോഴിക്കോടിന് തുണയാവുകയും ചെയ്തു. മേള ലഭിക്കുന്നത് കോഴിക്കോടുകാർക്ക് അഭിമാനമാണെന്ന് മീറ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിക്കുവാൻ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേള മികച്ച രീതിയിൽ നടത്തിയ കോഴിക്കോടിന് ഇത് പ്രയാസമാവില്ല. ഭക്ഷണം, താമസം, വാഹന സൌകര്യം എന്നിവ കുറ്റമറ്റ രീതിയിലാക്കി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിൽ മേള നടത്താൻ കൂട്ടായ പരിശ്രമം വേണം. MLA-മാർ ചെയർമാൻമാരായി അധ്യാപക സംഘടനകളുടെയും കായിക രംഗത്തുള്ളവരുടെയും ചേർന്ന കമ്മിറ്റിയാണ് മേളയ്ക്ക് നേതൃത്വം നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു. മീറ്റ് നടത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തതായി പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ പറഞ്ഞു. 4000-ഓളം പേർ പങ്കെടുക്കുന്ന മേള സമ്പൂർണ്ണ ശുചിത്വത്തിലൂടെ ഗ്രീൻ മീറ്റ് ആക്കണം. കുടിവെള്ളം, ടോയ്ലറ്റ്, വെളിച്ചം എന്നിവ ഉറപ്പുവരുത്തണം.
അവസാന നിമിഷം മഹാരാഷ്ട്ര മീറ്റ് നടത്താൻ വിസമ്മതിക്കുകയും മറ്റ് സംസ്ഥാനങ്ങൾ കൈയൊഴുകുകയും ചെയ്തപ്പോൾ അത് ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വന്ന കേരളത്തിന്റെ നടപടി അഭിമാനമാണെന്ന് യോഗത്തിൽ സംസാരിച്ച PT ഉഷ പറഞ്ഞു. മേളയുടെ വരവ് ചെലവ് കണക്കുകൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടത്തി കുറ്റമറ്റതാക്കണമെന്ന് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി പറഞ്ഞു. യോഗത്തിൽ MLA-മാരായ A. പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, കളക്ടർ N. പ്രശാന്ത്, സബ് കളക്ടർ K. ഗോപാലകൃഷ്ണൻ, സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സൻ, ADM MT ജനീൽകുമാർ, CDA ചെയർമാൻ NC അബൂബക്കർ, KURDFC ചെയർമാൻ K. മൊയ്തീൻ കോയ, അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരും സംബന്ധിച്ചു. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തി കൊടുക്കുന്ന കള്ളക്കേസുകൾക്കും പുരുഷ വിവേചനത്തിനുമെതിരെ ഇരകളുടെ സംസ്ഥാന കൺവെൻഷൻ ശിക്ഷക് സദനിൽ നടക്കുമെന്ന് ജനമിത്രം ജനകീയ നീതിവേദി ഭാരവാഹികൾ പറഞ്ഞു. ഇരകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിനും സർക്കാരിലേക്ക് നിവേദനം നൽകുമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹ്യനീതിക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജനമിത്രം ജനകീയ നീതിവേദി. ഇന്ന് പുരുഷന്മാരുടെ സംരക്ഷണത്തിനായി നിയമങ്ങളൊന്നുമില്ലെന്നും സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ മിക്കവരും ദുരുപയോഗപ്പെടുത്തുകയാണെന്നും ജനമിത്രം ജനകീയവേദി ഭാരവാഹികൾ പറഞ്ഞു. കള്ളക്കേസുകൾ മൂലം തകരുന്ന കുടുംബങ്ങളെക്കുറിച്ചും വിവാഹിതരായ പുരുഷന്മാരുടെ ആത്മഹത്യകളെക്കുറിച്ചും സംഘടന പഠനങ്ങൾ നടത്തുകയാണ്. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യനീതി പുരുഷന്മാർക്കും ഉറപ്പുവരുത്തുക, കള്ളക്കേസ് കൊടുക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബ കോടതികളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അന്വേഷിക്കുക, പുരുഷ പീഡനങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഇരകളുടെ കൺവെൻഷൻ നടത്തുന്നത്. അതായത് ജോലി സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ജീവനക്കാരനോടോ വിരോധമുണ്ടെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കുന്ന അവസ്ഥ ഇന്നുണ്ട്. അതുതന്നെയല്ല, ഭരണഘടന വാഗ്ദാനം ചെയ്ത തുല്യനീതി പുരുഷനിന്ന് ലഭിക്കുന്നില്ല. അപ്പം ഭരണഘടന വാഗ്ദാനം ചെയ്ത തുല്യനീതി പുരുഷന് കിട്ടണം. ഡിസംബർ 27 ശിക്ഷക് സദനിൽ നടക്കുന്ന കൺവെൻഷനിൽ ഇരകളുടെ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ചർച്ച ചെയ്യപ്പെടുമെന്നും സംഘാടകർ പറഞ്ഞു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായുള്ള 3 ദിവസത്തെ ക്യാമ്പ് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. കേഡറ്റുകൾക്കായുള്ള വ്യക്തിത്വ വികസന ക്ലാസുകളും പരേഡുകളും മറ്റ് വിനോദ പരിപാടികളും ഉണ്ടായിരുന്നു. നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. മൂന്ന് ദിവസങ്ങളിലായി ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന SPC കേഡറ്റുകൾക്കുള്ള ക്യാമ്പ് കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനമായി. ക്രമസമാധാന ചുമതലയിൽ കുട്ടി പോലീസുകൾ എത്രത്തോളം മുന്നേറണമെന്നും എങ്ങനെ അത്തരം ജോലികൾ ചെയ്യണമെന്നും ക്യാമ്പിൽ വിശദമായി പ്രതിപാദിച്ചു. അനുഭവത്തിലൂടെ ലക്ഷ്യത്തിലെത്താൻ കുട്ടികൾക്ക് പ്രചോദനമാകുന്ന വ്യക്തിത്വ വികസന ക്ലാസിന് മനോജ് പൂളക്കൽ നേതൃത്വം നൽകി. മുൻ കമ്മീഷണർ വിജയൻ IPSന്റെ സന്ദേശവും കുട്ടി പോലീസുകാർക്ക് ആവേശം നൽകി. സൈബർ കുറ്റകൃത്യങ്ങളും ഇൻഫർമേഷൻ ടെക്നോളജിയും എന്ന വിഷയത്തിൽ സൈബർ പോലീസ് ക്ലാസ് എടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി സോപ്പ് നിർമ്മാണത്തിലും പൂക്കൾ നിർമ്മാണത്തിലും പരിശീലനം നൽകി. ക്രിസ്മസ് സമ്മാനങ്ങളുമായി കുട്ടികൾ ചെറുവണ്ണൂർ ശാന്തിഭവൻ സന്ദർശിച്ചു. മാജിക്കും നാടൻ പാട്ടുകളും ക്രിസ്മസ് ആഘോഷങ്ങളും ക്യാമ്പിന് മിഴിവേകി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജീജ V, PTA വൈസ് പ്രസിഡന്റ് KV മുസ്തഫ, SPC CPOമാരായ രഞ്ജിത്ത് K, ഹാജിറ P തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 3 ദിവസത്തെ പരിപാടികൾ നടന്നത്. ക്യാമ്പ് ഫയറിനും മറ്റ് വിനോദ പരിപാടികൾക്കും മനോജ് പൂളക്കൽ നേതൃത്വം നൽകി. പോലീസ് സേനാംഗങ്ങളും രക്ഷാകർതൃ സമിതി പ്രതിനിധികളും അധ്യാപകരും കുട്ടികൾക്ക് പിന്തുണയേകി. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ ജില്ലാ സമ്മേളനം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് K. രജിത് കുമാർ പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കമിട്ടു. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ ജില്ലാ സമ്മേളനം കോഴിക്കോട് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്നു. തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഗുണകരമായി നടപ്പിലാക്കുകയാണ് നിലവിലുള്ള കേന്ദ്ര സർക്കാർ. ഇതിനെതിരെയുള്ള പോരാട്ടത്തിന് തൊഴിലാളി സമൂഹത്തിന്റെ ഭാഗമാകാൻ ജീവനക്കാർക്ക് കഴിയണമെന്ന് സമ്മേളന യോഗത്തിൽ ആവശ്യമുയർന്നു. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ അസ്ഥിരീകരിക്കുന്ന ശക്തികളിൽ ഈ രാജ്യത്തെ സംരക്ഷിച്ചെടുക്കേണ്ടതിന്റെ
സംസ്ഥാനത്ത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും ആത്മവീര്യം കെടുത്തിയും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാനാണ് UDF സർക്കാരും ശ്രമിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 1973 മുതൽ 5 വർഷ തത്വം പാലിക്കേണ്ടത് UDF സർക്കാർ അധികാരത്തിലുള്ളപ്പോഴെല്ലാം അട്ടിമറിച്ചു. നിയമസഭയിൽ പോലും അവതരിപ്പിച്ച് 2 വർഷക്കാല ദൈർഘ്യമെടുത്ത് നിലവിലുള്ള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് അനിശ്ചിതത്വത്തിലാക്കിയതും UDF സർക്കാരാണ്. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി 10ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, തസ്തിക വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൌൺസിൽ പ്രക്ഷോഭരംഗത്തേക്കിറങ്ങുകയാണ്. ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്ന പരിപാടിയിൽ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG പങ്കജാക്ഷൻ, ജോയിന്റ് കൌൺസിൽ മുൻ ചെയർമാൻ അഹമ്മദ് കുട്ടി കുന്നത്ത്, AKSTU ജില്ലാ സെക്രട്ടറി KK സുധാകരൻ, KGOF ജില്ലാ സെക്രട്ടറി സിദ്ധാർത്ഥൻ, P പ്രേംകുമാർ, സജീന്ദ്രൻ TM, CP മണി, K രതീഷ് കുമാർ, സൂരി KV, CP സദാനന്ദൻ, സാനു K, T രത്നദാസ്, G മോട്ടിലാൽ, PK സതീശൻ, രാജൻ ചോലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. 1ാം സമ്മാനം 25 പവൻ സ്വർണം, 2ാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, 3ാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. നീതി നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് രക്ഷകനായിരുന്നു ജസ്റ്റിസ് VR കൃഷ്ണയ്യരെന്ന് ഗവർണർ ജസ്റ്റിസ് P സദാശിവം. കൊയിലാണ്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷ്ണയ്യർ സ്മാരക കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA MP ഫണ്ടുകൾ പ്രധാനമായും ചിലവഴിക്കേണ്ടത് സർക്കാർ വിദ്യാലയങ്ങളുടെ വളർച്ചയ്ക്കായിരിക്കണമെന്ന് ഗവർണർ ജസ്റ്റിസ് P സദാശിവം പറഞ്ഞു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊയിലാണ്ടിയിൽ നിർമ്മിച്ച ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സ്മാരക കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. K ദാസൻ MLA അധ്യക്ഷം വഹിച്ചു. സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്ത് എത്തിയവരിൽ പലരും സാധാരണ സ്കൂളുകളിൽ വിദ്യാഭ്യാസം നടത്തിയവരാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരും സർക്കാർ വിദ്യാലയങ്ങളുടെ സംഭാവനയാണ്. വിധികളിൽ മനുഷ്യത്വപരമായ സമീപനം പുലർത്തിയ ജസ്റ്റിസ് കൃഷ്ണയ്യർ തടവറകളിൽ കഴിയുന്നവർക്കും മാനുഷിക നീതി ലഭിക്കണമെന്നതായിരുന്നു കൃഷ്ണയ്യരുടെ നയമെന്നും ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. PTA പ്രസിഡന്റ് UK ചന്ദ്രൻ, RDDHSS EP ഗോകുൽദാസ്, നഗരസഭാ കൌൺസിലർ U രാജീവൻ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഷിജു എന്നിവർ സംസാരിച്ചു. ഗവർണർക്ക് മുൻ MLA P വിശ്വൻ, ഹെഡ്മാസ്റ്റർ CK വാസു എന്നിവർ ഉപഹാരം നൽകി. കെട്ടിടം പണിത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ രമേശൻ പാലേരിക്ക് ഗവർണർ ഉപഹാരം നൽകി. K ദാസൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.5 കോടി ചിലവഴിച്ചാണ് കെട്ടിടം പണിതത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന VR കൃഷ്ണയ്യർ അദ്ദേഹം നിര്യാതനാകുന്നതിന് മുൻപ് തന്നെ ഈ ജന്മശതാബ്ദി കെട്ടിടത്തിന്റെ പ്രവൃത്തി തുടങ്ങിയിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗമാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുക. കലാ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന PM ശ്രീധരനെ SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം അനുസ്മരിച്ചു. പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം ജോയിന്റ് സെക്രട്ടറിയും പുസ്തക പ്രസാധക രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും സജീവ സാന്നിധ്യമായിരുന്ന PM ശ്രീധരനെ SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം അനുസ്മരിച്ചു. SK സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. അവർക്ക് മോക്ഷം കിട്ടാനല്ല, അതിനുള്ള ഒരു ബലിതർപ്പണമല്ല നമുക്ക് അതിൽ നിന്നും വ്യതിരിക്തമായി പുതിയ ചിന്തയും പുതിയ കാഴ്ചപ്പാടും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന അന്വേഷണം. ഓരോ ഓർമ്മകളും ഓർമ്മ പുതുക്കലും അതാണ്. ഓർമ്മ പുതുക്കുക എന്ന് പറയുമ്പോൾ വർഷങ്ങളായി ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇന്നും പച്ചപ്പ് നിലനിൽക്കുക. അത് അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ബലമാണ്, ശക്തിയാണ്. ഓരോ രചനകളുടെയും ശക്തിയാണ് സാഹിത്യകാരനെ നിലനിർത്തുന്നതെങ്കിൽ ഓരോ പ്രവർത്തനത്തിന്റെയും ശക്തിയാണ് ഓരോ. TV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ മഠം ചന്ദ്രൻ, TP മമ്മു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പൂനൂർ K കരുണാകരൻ, PMV പണിക്കർ എന്നിവർ സംസാരിച്ചു.
കേരളത്തിന്റെ പരമ്പരാഗത കരകൗശല വാണിജ്യ മേഖലകളെ ബന്ധിപ്പിച്ചതാണ് GKSF സീസൺ 9 നേട്ടമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. സർഗാലയ ഇരിങ്ങൽ ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ കരകൗശല മേഖലയ്ക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് അവകാശപ്പെടാനുള്ളതെന്നും ഓരോ നാടിന്റെയും സാംസ്കാരിക വൈവിധ്യങ്ങളാണ് ഇവിടെ വ്യക്തമാകുന്നതെന്നും ഗവർണർ ജസ്റ്റിസ് പി സദാശിവം അഭിപ്രായപ്പെട്ടു. ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ രാജ്യാന്തര കരകൗശല മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഓരോ ഭാഗത്തിനും തനതായ പാരമ്പര്യങ്ങളാണ്. അനേകം വൈദേശിക ആക്രമണങ്ങൾക്കും മറ്റ് സാമൂഹിക വ്യതിയാനങ്ങൾക്കുമിടയിലും നമ്മുടെ കരകൗശല മേഖല പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത കരകൗശല മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വ്യത്യസ്തതയും പ്രായോഗികതയുമാണ്. കരകൗശല മേഖലയിൽ ജനസംഖ്യയുടെ വലിയ ഒരു വിഭാഗം ജോലി ചെയ്യുന്നു. എക്സ്പെർട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ രേഖകൾ പ്രകാരം 85 ലക്ഷം രജിസ്റ്റേർഡ് ആർട്ടിസൺസ് ഉണ്ട്. ഇവരുടെ വാർഷിക ഉൽപാദനം 50,000 കോടി രൂപയുടേതാണ്. കയറ്റുമതിയിലൂടെ 20,000 കോടി രൂപ നേടിത്തരുന്നുണ്ട്. ഇത് പ്രകൃതി സൗന്ദര്യം ആഗോളതലത്തിൽ വിപണനം ചെയ്യാൻ സാധിച്ച ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇത് മനസ്സിലാക്കിയാണ് BBC കേരളം ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഭൂപ്രദേശം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയത്. ഉത്തരേന്ത്യയിൽ കൊടും ശൈത്യത്തെ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഡിസംബർ ജനുവരി മാസത്തിൽ കേരളം സുന്ദരഭൂമിയാണ്. ഇത് വിദേശികൾക്കും പ്രിയപ്പെട്ടതാകും. ഇത്തരം ടൂറിസത്തിന് ഊന്നൽ നൽകുന്ന വികസനമാണ് ആവശ്യമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. മന്ത്രി AP അനിൽകുമാർ അധ്യക്ഷം വഹിച്ചു. കരകൗശല മേഖലയിലെ പ്രതിഭകളെ ആദരിക്കാനായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ അവാർഡുകൾ ഏർപ്പെടുത്തുന്നതുൾപ്പെടെ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പറഞ്ഞു. കെ ദാസൻ MLA, പയ്യോളി നഗരസഭാ ചെയർപേഴ്സൺ കുൽസു ടീച്ചർ, ടൂറിസം ഡയറക്ടർ മുഹമ്മദ് അനിൽ, വാർഡ് കൌൺസിലർ ഉഷ വളപ്പിൽ, കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ കമറുദ്ദീൻ, ULCC പ്രസിഡന്റ് രമേശൻ പാലേരി, സർഗാലയ CEO ഭാസ്കരൻ, GKSF സ്റ്റേറ്റ് കോർഡിനേറ്റർ V വിജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അനശ്വര പ്രണയകാവ്യത്തിലെ യഥാർത്ഥ നായികയ്ക്കും തിരശ്ശീലയ്ക്കുള്ളിലെ നായികയ്ക്കും ഒരു വേദിയൊരുക്കി കോഴിക്കോട്ടെ ബാർ അസോസിയേഷൻ. സിനിമ ഇറങ്ങിയ ശേഷം ഇരുവരും ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ പരിപാടി കൂടിയായിരുന്നു ഇത്. കാഞ്ചനമാലമാർ കണ്ടുമുട്ടിയപ്പോൾ അത് ജീവിതവും വെള്ളിത്തിരയും ഒന്നിക്കുന്ന അപൂർവ വേദിയായി മാറി. അനശ്വര പ്രണയത്തിന്റെ നിത്യസ്മാരകമെന്ന് വാഴ്ത്തപ്പെട്ട കാഞ്ചനമാലയും അവരുടെ ജീവിതം എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ പകർന്നാടിയ പാർവതിയുമാണ് കോഴിക്കോട് ബാർ അസോസിയേഷൻ നൽകിയ സ്വീകരണവേളയിൽ കണ്ടുമുട്ടിയത്. ജീവിത നായികയുടെയും കഥാപാത്രത്തിന്റെയും സംഗമം കാണാൻ നിരവധി പേർ കോടതി വളപ്പിൽ തടിച്ചുകൂടി. ചടങ്ങ് സെക്കൻഡ് അഡീഷണൽ ജില്ലാ ജഡ്ജി ഡോക്ടർ കൌസർ എടപ്പകത്ത് ഉദ്ഘാടനം ചെയ്തു. സിനിമ പുറത്തിറങ്ങിയതോടെ ദിവസവും എന്നെ തേടിയെത്തുന്ന ആരാധകർ കാരണം ബുദ്ധിമുട്ടുകയാണെന്ന് കാഞ്ചനമാല പറഞ്ഞു. രാവിലെ 8 മുതൽ വീട്ടിലും ഓഫീസിലുമായി ആരാധകർ തടിച്ചുകൂടുന്നതിനാൽ ജോലികളൊന്നും നടക്കുന്നില്ല. ആരാധകരുടെ ഈ പ്രവണത ശരിയാണോ എന്നറിയില്ല. എങ്കിലും അവരുടെ സ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. സിനിമയാണ് ഇവിടെ എത്തിച്ചത്. അല്ലെങ്കിൽ സാധാരണക്കാരിയായ സാമൂഹിക പ്രവർത്തകയെ ബാർ അസോസിയേഷൻ അംഗീകരിക്കുമായിരുന്നില്ല. പണ്ടൊക്കെ സഹായം തേടി അടുത്തെത്തിയിരുന്നവരിൽ ഏറിയ പങ്കും വിവാഹമോചന കേസുകാരായിരുന്നുവെങ്കിൽ ഇപ്പോൾ വയോജനങ്ങളാണെന്നും കാഞ്ചനമാല പറഞ്ഞു. തൊഴിലായോ പ്രശസ്തിയാകാനോ അല്ല, നല്ല മനുഷ്യനാവുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 10 വർഷമായി സിനിമയിൽ നിൽക്കുന്നത്. സിനിമയിൽ ആ വേഷം ചെയ്തതിനാൽ കാഞ്ചന ചേച്ചിയുടെ ജീവിതത്തെ ആരാധകരുടെ ഊരാക്കുടുക്കിൽപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കുന്നതായും അവർ പറഞ്ഞു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EV വിശ്വംഭരൻ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് G മനോഹർലാൽ, അഡ്വക്കേറ്റ് M കാതിരി എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് പട്ടുതെരുവിലെ പൊന്മണിച്ചന്തകം കുടുംബസംഗമം ജനുവരി 2, 3 തീയതികളിൽ ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കും. മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. കലക്ടർ N പ്രശാന്ത് സുവനീർ പ്രകാശനം ചെയ്യും. വ്യാജരേഖയുണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇഞ്ചക്ഷൻ ഓർഡർ സമ്പാദിച്ച് റോഡ് തടസ്സപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി തേവുംതോട്ടത്തിൽ എടോളിപ്പാലിയിൽ റോഡ് സംരക്ഷണ സമിതി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുക്കം ചേന്ദമംഗല്ലൂർ തേവുംതോട്ടത്തിൽ എടോളിപ്പാലിയിൽ റോഡാണ് സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ റോഡിന്റെ പ്രശ്നത്തെ സംബന്ധിച്ച് ചില വ്യക്തികൾ മുൻപ് നടത്തിയ വാർത്താസമ്മേളനത്തിലെ ആരോപണങ്ങൾ തെറ്റാണെന്നും തേവുംതോട്ടത്തിൽ എടോളിപ്പാലിയിൽ റോഡ് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. തെക്കേപ്പുറം എന്ന ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം ഡിസംബർ 26 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഹോട്ടൽ പാരമൗണ്ട് ടവറിൽ വെച്ച് നടക്കും. സ്വിച്ച് ഓൺ കർമ്മം MK രാഘവൻ MP നിർവഹിക്കും. ഡോക്ടർ MH ഇല്യാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ MGS നാരായണൻ, ഡോക്ടർ KK കുറുപ്പ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വ്യാപാരികൾ രംഗത്ത്.
അഭിനയം വേറിട്ട അനുഭവമായെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ. തന്റെ കഥാപാത്രങ്ങൾ സംവദിക്കുന്ന ലഘുചിത്രം ഫെബ്രുവരിയിൽ പ്രദർശനത്തിന്. ലീഡർ കെ കരുണാകരന്റെ 5ാം ചരമവാർഷികം. പാർട്ടി ആസ്ഥാനത്ത് പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.